നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. 22/10/2026 വ്യാഴാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില ഇന്നലെ കൂടിയിട്ട് ഇന്ന് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഒരു പവൻ്റെ മുകളിൽ 1680 രൂപയും ഒരു പവൻ്റെ മുകളിൽ 210 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇന്നലെ അതേസമയം 5480 രൂപയാണ് കൂടിയിരുന്നത്. ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വിലയും കൂടുകയാണ്. റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 196, RSS 5 കിലോ 191, ISR 20 173, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 134 രൂപ 20 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 196, RSS 5 കിലോ 191. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 188, RSS 5 കിലോ 184. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 199 രൂപ 84 പൈസ, RSS 5 കിലോ 199 രൂപ 39 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്നലെ ഇന്നുമായിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില 2 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനിയും കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരും. അതേസമയം സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,145, ഒരു പവൻ 1,13,160. അതുപോലെ 24 ക്യാരറ്റ് 15,431, ഒരു പവൻ 1,23,448. അതുപോലെ 18 ക്യാരറ്റ് 11,573, ഒരു പവൻ 92,584. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. രൂപയുടെ മൂല്യം അല്പം മെച്ചപ്പെട്ടത് സ്വർണ്ണവില കുറയാൻ കാരണമായി. ലാഭമെടുക്കാൻ വിറ്റഴിക്കൽ തുടരുന്നതും വില കുറയാൻ കാരണമായി. 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അധിക ചുങ്കം ചുമത്താനുള്ള നീക്കത്തിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയതും സ്വർണ്ണവില കുറയാൻ കാരണമായിട്ടുണ്ട്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ അടുക്കളയിൽ ആണുങ്ങൾക്കും പാത്രം കഴുകാം. അച്ഛനും അമ്മയും പെങ്ങളും ഭാര്യയും കൂട്ടുകാരിയും അടങ്ങുന്ന കുടുംബങ്ങളിൽ സ്ത്രീകൾ മാത്രം പാത്രം കഴുകണമെന്നില്ല. അവിടുത്തെ പുരുഷന്മാർക്കും പാത്രം കഴുകുകയും മറ്റും എല്ലാം ചെയ്യാം. അതിന് ഒട്ടും കുറച്ചിൽ കാണേണ്ട കാര്യമില്ല. ഭക്ഷണം കൂട്ടായി പാചകം ചെയ്യുകയും ഒരുമിച്ചിരുന്ന് വിളമ്പി കഴിക്കുകയും പാത്രം കഴുകി വയ്ക്കുകയും അടുക്കള വീടും വൃത്തിയാക്കുകയും ഇതൊക്കെ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇതിലൂടെ ഒരു നല്ല കുടുംബത്തിൽ ഐക്യം കെട്ടിപ്പടുത്താം. കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.